എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ലളിതമായ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ചോദ്യങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? കേരളത്തിൻ്റെ ആകെ വിസ്തീർണം ഓപ്ഷൻ ബി 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ ബി 3. മലനാട്, ഇടനാട്, തീരദേശം എന്നിങ്ങനെ 3ആയിട്ടാണ് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ തരംതിരിച്ചിരിക്കുന്നത്. കേരളത്തിനും തമിഴ്നാട്ടിനും ഇടയിലുള്ള ചുരം. തന്നിരിക്കുന്നവയിൽ കേരളത്തിനും തമിഴ്നാട്ടിനും ഇടയിലുള്ള ചുരം ഏതാണ്? ഓപ്ഷൻ ബി പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് കേരളത്തിനും തമിഴ്നാട്ടിനും ഇടയിലുള്ള ചുരം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ സി ആനമുടി. 2695 മീറ്റർ നീളമുള്ള ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏത് അയൽ സംസ്ഥാനവുമായാണ് കേരളം വടക്കേ അതിർത്തി പങ്കിടുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് അയൽ സംസ്ഥാനവുമായാണ് കേരളം വടക്കേ അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ ബി കർണാടക. അയൽ സംസ്ഥാനമായ കർണാടകയുമായിട്ടാണ് കേരളം വടക്കേ അതിർത്തി പങ്കിടുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഓപ്ഷൻ സി കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. കേരളം രൂപീകൃതമായ വർഷം. കേരളം രൂപീകൃതമായ വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1956 നവംബർ 1. 1956 നവംബർ 1 കേരളം രൂപീകൃതമായത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം. കേരളത്തിലെ ആകെ ജില്ലകൾ എത്ര എണ്ണമാണ്? ഓപ്ഷൻ സി 14. കേരളത്തിലാകെ 14 ജില്ലകളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി പെരിയാർ. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ. പെരിയാർ നദി തന്നെയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കോട്ടയം ജില്ലയിലൂടെ വൃത്താകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നവയിൽ കോട്ടയം ജില്ലയിലൂടെ വൃത്താകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി മീനച്ചിലാർ. മീനച്ചിലാറാണ് കോട്ടയം ജില്ലയിലൂടെ വൃത്താകൃതിയിൽ ഒഴുകുന്ന നദി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഏറ്റവും പഴക്കമേറിയ നദീജലോത്സവമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി. ഏറ്റവും പഴക്കമേറിയ നദീജലോത്സവമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പമ്പ നദി.
പമ്പ നദിയിലാണ് ഏറ്റവും പഴക്കമേറിയ നദീജലോത്സവമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി പെരിയാർ. പെരിയാർ നദിയിലാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ബി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പമ്പ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതി ഏതാണ്? പമ്പ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ശബരിഗിരി. ശബരിഗിരിയാണ് പമ്പ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ബി ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംരക്ഷിത പ്രദേശം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംരക്ഷിത പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവാണ് കേരളത്തിൽ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രദേശം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ സി ഇരവികുളം. 1978 സ്ഥാപിക്കപ്പെട്ട ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷിത കേന്ദ്രമായ ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകൾ ലയൺ ടെയിൽഡ് മക്വാക്കിൻ്റെ സംരക്ഷിത കേന്ദ്രമായ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷിത കേന്ദ്രമായ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി ശെന്തുരുണി. ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഓപ്ഷൻ എ നീണ്ടകര. നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഓപ്ഷൻ സി കുമ്പളങ്ങി. കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒളിമ്പ്യൻ ആരാണ്? തന്നിരിക്കുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒളിമ്പ്യൻ ആരാണ്? ഓപ്ഷൻ ബി സി കെ ലക്ഷ്മൺ. 1924 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച സി കെ ലക്ഷ്മണനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒളിമ്പ്യൻ. കേരളത്തിൽ നിന്ന് ആദ്യ ഒളിമ്പിക് മെഡൽ നേടിയത് ആരാണ്? കേരളത്തിൽ നിന്ന് ആദ്യ ഒളിമ്പിക് മെഡൽ നേടിയത് ഓപ്ഷൻ ബി മാനുവൽ ഫ്രെഡറിക്. കണ്ണൂരിൽ നിന്നുള്ള ഫീൽഡ് ഹോക്കി കളിക്കാരനായ മാനുവൽ ഫ്രെഡറിക് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടിയത് മാനുവൽ ഫ്രെഡറിക്കാണ്. കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? ഓപ്ഷൻ ബി RB ഫെർഗൂസൺ. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് 1899 ഫെബ്രുവരി 20 തൃശ്ശൂരിൽ സ്ഥാപിതമായ RB ഫെർഗൂസൺ ക്ലബ്ബ് ആയിരുന്നു.
ദി സ്പോർട്സ് ഹബ് എന്നും അറിയപ്പെടുന്ന ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ദി സ്പോർട്സ് ഹബ് എന്നും അറിയപ്പെടുന്ന ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ദി സ്പോർട്സ് ഹബ് എന്നും അറിയപ്പെടുന്ന ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല? കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി, മലപ്പുറം. മലപ്പുറമാണ് കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ? ഓപ്ഷൻ ബി, തിരുവനന്തപുരം. 1940 ആദ്യം രൂപം കൊണ്ടതും കേരളത്തിലെ ഏറ്റവും വലുതുമായ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഓപ്ഷൻ സി, ഇടുക്കി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് പ്രദേശങ്ങൾ ഇടുക്കിയിലെ ഇടമലക്കുടി ഗ്രാമത്തിലേക്ക് മാറ്റിയപ്പോഴാണ് ഇടുക്കി വലിയ ജില്ലയായി മാറിയത്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ എ, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക്? ഓപ്ഷൻ ബി, മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ചേശ്വരമാണ്. ഇത് കർണാടക സംസ്ഥാനവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം താലൂക്കാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള താലൂക്ക്? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? ഓപ്ഷൻ ഡി, നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിൻകരയാണ്. തെക്ക് തമിഴ്നാട് സംസ്ഥാനവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്കാണ്. ഗ്രാമപഞ്ചായത്ത് എന്ന ആശയം ഉൾപ്പെടുന്ന പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഗ്രാമപഞ്ചായത്ത് എന്ന ആശയം ഉൾപ്പെടുന്ന പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ്? ഓപ്ഷൻ ബി, രാജസ്ഥാൻ. 1959 ഒക്ടോബർ 2 നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് എന്ന ആശയം ഉൾപ്പെടുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ ഉള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ, തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ? ഓപ്ഷൻ ബി, തിരൂർ. 1861 മാർച്ച് 12 ബേപ്പൂർ തിരൂർ റെയിൽവേ ലൈൻ തുറന്നത്. അതിലെ ആദ്യ സ്റ്റേഷനാണ് തിരൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി? ഓപ്ഷൻ ബി, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി. 1937 സ്ഥാപിതമായ തിരുവിതാംകൂർ സർവകലാശാല കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി, ആലപ്പുഴ. ആലപ്പുഴയാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കമേറിയ മലയാള ദിനപത്രം? ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കമേറിയ മലയാള ദിനപത്രം ഏതാണ്? ഓപ്ഷൻ ഡി, ദീപിക.
1887 സ്ഥാപിതമായ ദീപിക പത്രം നസ്രാണി ദീപിക എന്നായിരുന്നു മുൻപ് അറിയപ്പെട്ടിരുന്നത്. രാജ്യസമാചാരം 1847 പ്രസിദ്ധീകരിച്ച, മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ഒരു ജേണലായിരുന്നു. ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കമേറിയ മലയാള ദിനപത്രമാണ് ദീപിക. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. ഓപ്ഷൻ സി ഫെബ്രുവരി 19. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ശില്പിയായി കണക്കാക്കപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19. ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിക്കുന്നത്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24. യുനെസ്കോ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി കോഴിക്കോട്. യുനെസ്കോ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ്. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃതി. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃതി ഏതാണ്? ഓപ്ഷൻ എ ഇന്ദുലേഖ. അപ്പു നെടുങ്ങാടിയുടെ 1887 പ്രസിദ്ധീകരിച്ച കുന്തലത ആണ് ആദ്യ മലയാള നോവൽ. പക്ഷേ ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലായി അറിയപ്പെടുന്നത് ഒ ചന്തുമേനോൻ്റെ രചനയായ 1889 പ്രസിദ്ധീകരിച്ച ഇന്ദുലേഖ എന്ന കൃതിയാണ്. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി 1930. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലത്തിന് രൂപം കൊടുത്തത്. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ. ആദ്യ മലയാള സിനിമ ഏതാണ്? ആദ്യത്തെ മലയാള സിനിമ ഓപ്ഷൻ ബി വിഗതകുമാരൻ. 1928 പുറത്തിറങ്ങിയ വിഗതകുമാരൻ ആയിരുന്നു ആദ്യത്തെ മലയാള ചിത്രം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയൽ രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഒരു നിശബ്ദ ചിത്രമായിരുന്നു ഇത്. മലയാളത്തിൽ ആദ്യത്തെ ശബ്ദചിത്രം 1938 പുറത്തിറങ്ങിയ ബാലനാണ്. ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഓപ്ഷൻ എ തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. മലയാളം ഒരു ക്ലാസിക്കൽ ഭാഷയായി അംഗീകരിച്ച വർഷം ഏതാണ്? മലയാളം ഒരു ക്ലാസിക്കൽ ഭാഷയായി അംഗീകരിച്ച വർഷം ഓപ്ഷൻ ബി 2013. 2013 മലയാളം ഒരു ക്ലാസിക്കൽ ഭാഷയായി അംഗീകരിക്കപ്പെട്ടത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.